ഹായ്, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ആറാമത്തെ ക്വസ്റ്റ്യൻ. ഇതും സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻ തന്നെയാണ്. വേഗം ചെയ്യാം. ഇവിടെ എന്താ പറയുക, 12% ഓഫ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പ്ലസ് 100 ആണെന്ത് 18. നമുക്ക് സ്വാഭാവികമായിട്ടും ചെയ്യാനൊക്കെ അറിയാം. 12/100 ഞാൻ നിങ്ങൾ സാധാരണ ചെയ്തൊരു മെത്തേഡ് പറയാം. 12/100 ഇൻറ്റു ഒരു നമ്പർ ചെയ്താൽ 18 കിട്ടുമെങ്കിൽ 18 ഇൻറ്റു 100/12 ചെയ്യുന്നു. 12 2 times 18 3 times 300/2 150 കിട്ടുന്നു. ഉറപ്പായിട്ട് 100 പ്ലസ് ഏത് വാല്യൂ ആണ് 150 വരുന്നത്? 100 പ്ലസ് 50 വാല്യൂ എടുത്താൽ 150 കിട്ടും. നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ സിംപ്ലിഫിക്കേഷൻ ചെയ്ത് വളരെ സന്തോഷം, നമുക്ക് ആൻസർ കിട്ടി. ഇതാണ് നമ്മുടെ മെത്തേഡ്. പക്ഷെ ഇതിനൊന്നും ആവശ്യമില്ല. ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറയാൻ കാരണം നമ്മൾ എപ്പോഴും ഈ രീതി തന്നെയാണ് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതല്ല നമുക്ക് വേണ്ടത്. നമ്മൾ നോക്കിയേ, ഏതോ ഒരു നമ്പറിന്റെ ഏത് നമ്പർ ആയിക്കോട്ടെ, ഏതോ ഒരു നമ്പറിന്റെ 12% ആണെന്ത് 18. ഏതോ ഒരു നമ്പറിന്റെ 12% 18 എന്നല്ലേ പറഞ്ഞേക്കുന്നത്. ഏതോ ഒരു എക്സ് വാല്യൂന്റെ 12% ആണ് 18 എങ്കിൽ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുക, 12ന്റെ എത്രയോ പെർസെന്റേജ് ആയിരിക്കണം 18. ഇതൊക്കെ നിങ്ങൾ പെർസെന്റേജ് പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ടാവും. X% ഫൈനെ നമുക്ക് Y% X എന്നും പറയാം. ശ്രദ്ധിച്ച് ഞാൻ പറഞ്ഞ കാര്യം, ഇതിവിടെ X% 5 ആയിരുന്നേ. എന്നുവെച്ചാൽ ഏതോ ഒരു X% 12 എടുത്താൽ 12% X എടുത്താൽ നമുക്ക് 18 കിട്ടുമെങ്കിൽ അതേ വാല്യൂ തന്നെ ഈ പറയുന്ന എക്സിന്റെ എത്രയോ പെർസെന്റേജ് ആണ് 12. 12ന്റെ എത്ര പെർസെന്റേജ് അധികം ചെയ്താൽ നമുക്ക് 18 കിട്ടും നോക്കിയാൽ അത്ര എളുപ്പമല്ലേ ഇത്. അങ്ങനെ ചിന്തിച്ചാൽ ഇത് 12% ഒരു വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് ഡൗട്ട് വരുന്നു. അയ്യോ, ഏത് വാല്യൂന്റെ 12% എടുക്കണ്ടേ? അങ്ങനെ വിചാരിക്കുമ്പോൾ ഡൗട്ട് എടുക്കണം. നമ്മൾ നേരെ തിരിച്ചെടുക്കുക. 12ന്റെ എത്ര പെർസെന്റേജ് ആണ് എന്ത് 18 നോക്കിയാൽ മതി. 12ന്റെ എത്ര പെർസെന്റേജ് ആണ് 18? 12ന്റെ എത്ര പെർസെന്റേജ് എടുത്താൽ നമുക്ക് 18 കിട്ടും? 12ന്റെ 100% എടുത്താൽ നമുക്ക് എത്ര കിട്ടുള്ളൂ? 12 തന്നെ കിട്ടുള്ളൂ. 12ന്റെ 15% നമുക്കറിയാം. 12ന്റെ പകുതി, 12ന്റെ 50% നമുക്കറിയാം. എത്രയാണ് 12ന്റെ പകുതി? 6 ആണെന്നറിയാം. 12ന്റെ 100% 12 തന്നെയാണ്. 12ന്റെ 50% 6 ആണ്. അപ്പൊ 12ന്റെ 100%-നോട് 6% കൂട്ടി നമുക്ക് എത്ര കിട്ടും? 18 കിട്ടും. എന്നുവെച്ചാൽ എക്സ്ട്രാ എത്ര പെർസെന്റ്? 100-നോട് എത്ര പെർസെന്റ് ആഡ് ചെയ്യണം? ഒരു 50% ആഡ് ചെയ്യണം. ഇപ്പൊ ഇതിങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ടായിട്ട് തോന്നും. പക്ഷെ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നത്? നിങ്ങളൊരു എക്സാമിന് പോയി കഴിഞ്ഞാൽ പേപ്പറിന്റെയും പെന്നിന്റെയും ഇക്വേഷന്റെയും പുറകെ പോകേണ്ട കാര്യമൊന്നുമില്ല. ക്വസ്റ്റ്യൻ നോക്കിയാൽ മനസ്സിലാവണം. 12% ഓഫ് എക്സ് ആണ് 18 എങ്കിൽ ഏതോ ഒരു ഈ 12ന്റെ എത്ര പെർസെന്റേജ് എടുത്താൽ 12ന്റെ എത്ര പെർസെന്റേജ് എടുത്താൽ നിങ്ങൾക്ക് 18 കിട്ടും നോക്കുക. 12ന്റെ 150% ആണ് എന്ത് 18. 12ന്റെ കൂടെ എന്താണ് ഒരു 180, അതിന്റെ ഇരട്ടി. 12ന്റെ പകുതി കൂടി കൂട്ടിയാൽ 12 + 6 അല്ലേ 18. അതിന്റെ പകുതി കൂടി എക്സ്ട്രാ ആഡ് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? 18 കിട്ടുള്ളൂ. എങ്കിൽ ഇവിടുത്തെ എക്സിന്റെ കാര്യം എത്രയായിരിക്കും? 150 ആയിരിക്കും. എങ്കിൽ ഇവിടുത്തെ ക്വസ്റ്റ്യൻ മാർക്ക് എത്രയായിരിക്കും? 50 ആയിരിക്കും. അപ്പം നമുക്ക് പേനയും പേപ്പർ ഉപയോഗിച്ച് ചെയ്യാണ്ട് തന്നെ ഏത് മെത്തേഡിലേക്ക് ഒരു ക്വസ്റ്റ്യനെ നമുക്ക് കാണാം, നോക്കാം എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിൽ വെച്ചേക്ക്. ചുമ്മാ ഒരു സാധാരണ മെത്തേഡ് ഉണ്ട്, എനിക്ക് XY മെത്തേഡ് അതേ റൊട്ടീന് ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഏറ്റവും എളുപ്പം എന്താണെന്ന് നോക്കാം. അപ്പൊ ഇതേ മെത്തേഡിൽ ഈ ഒരു പേഴ്സ്പെക്റ്റീവിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യനെ വ്യൂ ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് അത്രയും എളുപ്പമായിട്ട് തോന്നുന്നൊരു ക്വസ്റ്റ്യൻ വെച്ചാൽ അത്രയും എളുപ്പം വെച്ചാൽ അത്രയും സ്പീഡിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതിന് വേണ്ടി ചെയ്തെടുക്കാൻ നമുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സമയമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെലവാക്കുന്നത്. അപ്പൊ ചെയ്യാതെ നമ്മൾ നോക്കിയിട്ട് ആൻസറിലേക്ക് എത്തിച്ചാൽ ചിലപ്പോൾ നമുക്ക് ആദ്യം 1-2 എറർ വന്നേക്കാം എന്ന് കരുതി നിങ്ങൾ വിട്ടുകളയരുത്. അത് കുറെ ചെയ്യുമ്പോൾ മാറും. ഇപ്പൊ ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടാനും സമയം ലാഭിക്കാനും പറ്റും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ? നമ്മൾ നേരത്തെ ചെയ്ത പോലെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്, 3⁴ ഇൻറ്റു 9⁻⁷ ഡിവൈഡഡ് ബൈ 27⁻⁶ ഇസ് ഈക്വൽ ടു 3⁻? ആണ് ക്വസ്റ്റ്യൻ. ഇതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ എങ്ങനെ ഇത് ചെയ്യാം എന്ന് നോക്കാം. എങ്ങനെയായിരിക്കും ഇത് ചെയ്യുന്നത്? നമുക്ക് വേണ്ടത് 3ന്റെ പവറിലാണ് ആൻസർ വേണ്ടത്. ശ്രദ്ധിക്കുക, നമുക്ക് എന്താണ് വേണ്ടത് അത് ആദ്യം മനസ്സിലാന്ന് വെച്ചേക്കും. 3ന്റെ പവറാണ് നമുക്ക് ആൻസർ വേണ്ടത്. ഇവിടെ നമുക്ക് 3ന്റെ പവർ കുറെ കാര്യങ്ങൾ കിടപ്പുണ്ട്. ഇവിടെ എന്തായിരുന്നു? 3⁴. നമുക്കെല്ലാം 3ലേക്ക് കൺവേർട്ട് ചെയ്യാം. 3⁴ ഉണ്ട്. ഇനി 9 എന്ന് വെച്ചാൽ എന്താ? 3ന്റെ സ്ക്വയർ ആണ്. അപ്പൊ 3ന്റെ സ്ക്വയർ ആണ് 9. അതിന്റെ പവർ ആണ് 7. അപ്പൊ A⁻m ദ ഹോൾ റേസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? പവർ വരുമ്പോൾ മൾട്ടിപ്പിൾ ചെയ്യണം. 2 × 7. അപ്പൊ എത്ര കിട്ടും? 3⁴ ഇൻറ്റു 3⁴ എന്ന് വരും. കാരണം 2 × 7 3⁴ വരും. ഡിവൈഡഡ് ബൈ ഡിവിഷൻ എന്തുണ്ടായിരുന്നു? ഒരു 27⁻⁶ ഉണ്ടായിരുന്നു. 27 എന്ന് വെച്ചാൽ എന്താ? 27 വെച്ചാൽ 3ന്റെ ക്യൂബാ 27 അല്ലേ? 3 ക്യൂബാണ് 27. അതിന്റെ പവർ ആണ് എത്ര? 6 എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം 3 × 6 എന്ന് എടുക്കണം. 3⁻18 എന്ന് വരും. അപ്പൊ ഡിവിഷൻ എന്ത് വരും? 3⁻18 എന്ന് വരും. ഇതൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കിട്ടണം. എങ്കിൽ നമ്മൾ നോക്കുന്നു ന്യൂമറേറ്ററിൽ എന്തുണ്ടായിരുന്നു? 3⁴ ഇൻറ്റു 3⁻13 A⁻m ഇൻറ്റു A⁻m + n. പവർ രണ്ടിടത്താണ് വരുന്നതെങ്കിൽ സെയിം ഈ വാല്യൂ ആണെങ്കിൽ നമുക്ക് എന്ത് ആഡ് ചെയ്താൽ മതി. അപ്പം 14 + 4 എത്ര കിട്ടി? 3⁻18 കിട്ടി. ഡിവിഷൻ എന്ത് കിട്ടി? 3⁻18 കിട്ടി. എങ്കിൽ ഇത് സോൾവ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും?
നമുക്ക് വേണ്ടത് 3ന്റെ പവറാണ്. എ റേസ് ടു എം ബൈ എ റേസ് ടു എന്ന് വെച്ചാൽ എന്താ? എ റേസ് ടു എം മൈനസ് എൻ. എ റേസ് ടു എം ബൈ എ റേസ് ടു എന്ന് വെച്ചാൽ എന്താ? എ റേസ് ടു എം മൈനസ് എൻ. 3 റേസ് ടു 18 മൈനസ് 18, അതായത് 3 റേസ് ടു 0. അതിന്റെ ആക്ച്വൽ വാല്യൂ നമുക്ക് എത്ര കിട്ടുന്നത്? 1 ആണ് കിട്ടുന്നത്. പക്ഷെ ഇവിടെ വേണ്ടത് 3ന്റെ പവർ എത്രയാണ്? 3ന്റെ പവർ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 0 ആണ് കിട്ടുന്നത്. 3ന്റെ പവർ എത്രയാണ് കിട്ടുന്നത്? 0 ആണ് കിട്ടുന്നത്. ഓപ്ഷൻ 1 ഉണ്ടെങ്കിൽ നിങ്ങൾ ആൻസർ 1 ആയി പോയിട്ട് നിങ്ങൾ 1 ഓപ്ഷൻ എഴുതരുത്. നമുക്ക് വേണ്ടത് 3 റേസ്റ്റ് പവർ എത്രയാണ്? 3 റേസ്റ്റിന്റെ പവർ എത്രയേ കിട്ടുള്ളൂ? ഇവിടെ 0 ആയേ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി എന്ത് ചെയ്തേക്കുക? ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നമുക്ക് ഇവിടെ ആൻസർ എത്ര കിട്ടും? ഓപ്ഷൻ സി 0 ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന കാര്യം, ഡിവിഷൻ വന്നാൽ എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ എന്താ, അഡീഷൻ വന്നാൽ എന്താ, പവറുകൾ, അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നമ്മൾ ഇതുവരെ സിംപ്ലിഫിക്കേഷൻ ആയിരുന്നു ഏതാണ്ട് ഏകദേശം 7 ക്വസ്റ്റ്യൻ ചെയ്തത്. നമുക്ക് സാധാരണ ഈ RRB ക്ലർക്ക് പ്രിലിമിനറിനകത്ത് ഒരു 5 to 10 ക്വസ്റ്റ്യൻ എങ്കിലും നമുക്ക് എന്ത് സിംപ്ലിഫിക്കേഷൻ ചോദിക്കാറുണ്ട്. അപ്രോക്സിമേഷൻ അങ്ങനെ ഒരുപാട് ചോദിച്ച് കാണാറില്ല. എങ്കിലും അപ്രോക്സിമേഷൻ ചോദിച്ചാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ 5 ക്വസ്റ്റ്യൻ അപ്രോക്സിമേഷൻ കൂടി ഇട്ടത്. കാരണം വളരെ സിമ്പിൾ ആണ് അപ്രോക്സിമേഷൻ. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയാൽ മതിയാവുമല്ലോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അത് ഞാൻ 5 ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ബേസിക് ഒരു ഐഡിയ കിട്ടും. എങ്ങനെ അപ്രോക്സിമേഷൻ വന്നാൽ ഏത് രീതിയിൽ നിങ്ങൾക്ക് അതിനെ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. കാരണം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെയൊക്കെ തന്നെ വളരെ സിമ്പിൾ ആണ്. എന്നാലും മാക്സിമം സ്പീഡിൽ എഫക്റ്റീവായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് നോക്കാം ഒരു അപ്രോക്സിമേഷൻ ക്വസ്റ്റ്യൻ കണ്ടാൽ എന്ത് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്ക്വയർ റൂട്ട് ഓഫ് 1443.98 പ്ലസ് 18.98 പ്ലസ് 928.1 is ക്വസ്റ്റ്യൻ മാർക്ക് ഇൻറ്റു 22.01. നമുക്കറിയാം ഇതൊരു അപ്രോക്സിമേഷൻ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇത് അപ്രോക്സിമേറ്റ് ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ അപ്രോക്സിമേറ്റ് രീതി ചെയ്താലും മതി, നമുക്ക് അപ്രോക്സിമേറ്റ് ആൻസർ കിട്ടിയാലും മതി. പക്ഷെ പ്രശ്നം ഇതാണ്, ഒരു സ്ക്വയർ റൂട്ടിനകത്ത് 1443.98 അത് നമ്മൾ 1444 ആക്കിയാലും എന്താണ് ഇതിന്റെ ആൻസർ കിട്ടിയാലും നമുക്ക് എന്താണ് ഈ അപ്രോക്സിമേഷൻ ആയിട്ട് ഇതിന്റെ ആൻസർ കറക്റ്റ് ആകുമോ എന്നൊക്കെ ഡൗട്ട് ഉണ്ട്. അവിടെയാണ് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഈ അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോഴും ഇതിന് ആൻസർ കിട്ടും, എങ്കിലും എന്താണ് ചില ക്വസ്റ്റ്യൻ അത് കറക്റ്റ് ഇതേ രീതിയിൽ സ്ക്വയർ റൂട്ടിനകത്ത് കറക്റ്റ് അപ്രോക്സിമേറ്റ് വാല്യൂ കിട്ടത്തില്ല. അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എന്തിന്റെയൊക്കെ സ്ക്വയർ വന്നാൽ ഏതൊക്കെയാണെന്നുള്ള ബേസിക് ഐഡിയ വേണം. ചുമ്മാ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇതിപ്പോ നമുക്ക് നോക്കാം. 13ന്റെ സ്ക്വയർ ആണെങ്കിൽ നമുക്ക് അറിയാം എത്രയായിരിക്കും. 13ന്റെ സ്ക്വയർ 900 ആണെന്ന് അറിയാം. ഇനി 32ന്റെ സ്ക്വയർ അതൊരു ഇത് എല്ലാവർക്കും അറിയാം, എന്താ പറയുക 1028 ആയിരിക്കും. കാരണം നമ്മൾ ബിറ്റ് ബൈനറി നമ്പറൊക്കെ നോക്കുമ്പോൾ 32ന്റെ സ്ക്വയർ ആണെന്ത് 1028. ഇനി 35ന്റെ സ്ക്വയർ ചുമ്മാ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എപ്പോഴും ഓർത്തെടുക്കാൻ വേണ്ടി 35ന്റെ സ്ക്വയർ എത്രയായിരിക്കും? അതായത് 1225 കിട്ടും. ഇത് 1225 കിട്ടുന്നത് നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ്. കാരണം എന്താ, ലാസ്റ്റ് ഡിജിറ്റ് 5 ഉള്ള ഏത് നമ്പറിന്റെ സ്ക്വയർ എടുക്കാൻ എന്ത് ചെയ്താൽ മതി, യൂണിറ്റ് പ്ലേസിന്റെ സ്ക്വയർ എടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് നമ്പർ ഈ നമ്പറിന്റെ നെക്സ്റ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത്. അതായത് ലാസ്റ്റ് ഡിജിറ്റ് 5 ഉള്ള ഏത് നമ്പറിന്റെ സ്ക്വയർ എടുക്കാനും യൂണിറ്റ് പ്ലേസിന് സ്ക്വയർ എടുക്കുക. 25 കിട്ടി. എന്നിട്ട് ബാക്കി കിടക്കുന്ന നമ്പർ എന്താണോ ആ നമ്പറിനെ അതിന്റെ തന്നെ നെക്സ്റ്റ് നമ്പറിന് മൾട്ടിപ്ലൈ 3 × 4 30 12 കിട്ടി 1225. അപ്പൊ നമുക്ക് 35ന്റെ സ്കോർ മനസ്സിലായി. അപ്പൊ നമ്മൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ഇനി 14ന്റെ സ്കോർ ആണെങ്കിലോ 14ന്റെ സ്കോർ എത്ര കിട്ടും? 4ന്റെ സ്കോർ 16 കിട്ടും, 1600 കിട്ടും. അപ്പൊ നിങ്ങൾക്കൊരു ഐഡിയ വേണം. ഈ ഒരു ആൻസർ, ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിങ്ങനെ ചെയ്ത് നോക്കി കണ്ടുപിടിക്കാൻ നല്ല പറഞ്ഞേ. അതിന് മുമ്പിട്ട് നിങ്ങൾക്ക് ഐഡിയ വേണം. ഒരു 1443 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിപ്പോ 1444 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി എവിടെ നിൽക്കാം ആ ഒരു ക്വസ്റ്റ്യൻ. അത്രയും കിട്ടിയത് നമുക്ക് ക്വസ്റ്റ്യൻ കറക്റ്റ് തെറ്റായി പോയാലും ആൻസർ നമുക്ക് അപ്രോക്സിമേറ്റ്ലി കറക്റ്റ് ആവും. ചുമ്മാ കാർഡടിച്ച് ചെയ്യാൻ നിൽക്കുന്നത്. കാരണം നമ്മൾ ചെയ്യുന്ന മെത്തേഡിൽ എല്ലാ നമ്പറിനും എന്തുണ്ടാവില്ല, ഒരു അപ്രോക്സിമേഷൻ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ വേഗത്തിൽ കിട്ടും. നമുക്കറിയാം എന്തായാലും ഒരു 1600 താഴെയാണ്, ഒരു 35 മുകളിലാണ്. കാരണം നമുക്ക് 1444 ആണ് വേണ്ടത്. ഒരു 35നും 40ക്കും ഇടയിലുള്ള നമ്പറാണ് നമുക്ക് കിട്ടേണ്ടത് നമുക്കറിയാം. ഇനി നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ നിങ്ങളുടെ മെത്തേഡിൽ 1444 നമ്പർ സ്ക്വയർ റൂട്ട് ചെയ്താൽ മതി. സ്ക്വയർ റൂട്ട് ഓഫ് 1444 നമുക്കറിയാം ആൻസർ എത്ര കിട്ടും, 38 കിട്ടും എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അത് ചെയ്യുന്ന മെത്തേഡ് എന്തായിരുന്നു അതും കൂടി വേണമെങ്കിൽ ജസ്റ്റ് ഓർമ്മിപ്പിക്കാം. ഒരു 1444ന്റെ സ്ക്വയർ ലാസ്റ്റ് ഡിജിറ്റ് 4 ആണെങ്കിൽ സ്ക്വയർ റൂട്ട് എടുക്കുന്നത് എന്താ, 4 വന്നാൽ 2/8 വരും. പിന്നെ 2 നമ്പർ മാറ്റി ബാക്കി നോക്കുന്നു. 14ന്റെ ഉള്ളിൽ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ എത്രയാ, 3ന്റെ സ്ക്വയർ എത്രയാ, 9 വരും. അപ്പൊ 9 ഇൻറ്റു അതിന്റെ നെക്സ്റ്റ് നമ്പർ 9 × 10 അതെ 9 ഇൻറ്റു 3ന്റെ സ്ക്വയറിലെ ചെയ്യുന്നത്, അത് 9 കിട്ടും. അതിനെ അതിന്റെ നെക്സ്റ്റ് നമ്പറിന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എത്ര കിട്ടി, 9 × 4 12 കിട്ടി. അതിനേക്കാൾ വലിയ നമ്പറാണ് 14. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഇതിനേക്കാൾ വലിയ നമ്പർ എന്ന് വെച്ചാൽ 32 38 ആണ് അതിന്റെ നെക്സ്റ്റ് നമ്പർ. വലിയ നമ്പർ ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ആൻസർ എത്ര കിട്ടും, 38. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ അറിയാം 35നും 40ക്ക് ഇടയിലുള്ള നമ്പറാണ്. ഉറപ്പായിട്ട് നമുക്ക് ആൻസർ എന്തായിരിക്കും, 32 ആയിരിക്കത്തില്ല, 38 ആയിരിക്കുള്ളൂ. അപ്പൊ ഇത് കറക്റ്റ് ചെയ്താൽ നമുക്ക് കറക്റ്റ് ആക്യുറേറ്റ് വാല്യൂ കിട്ടും.
പക്ഷെ ഇത്രയൊന്നും വേണ്ട. നിങ്ങൾ കുറച്ചധികം ഈ പറയുന്ന സ്ക്വയർ നമ്പേഴ്സും ഓരോ നമ്പർ കണ്ടാൽ എന്തിന്റെ സ്ക്വയർ അല്ലെങ്കിൽ എന്തിന്റെ ക്യൂബ് എവിടെയൊക്കെ വരും എന്നുള്ളൊരു ഏകദേശം ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇത്രയും പോലും ഈ സ്ക്വയർ 1444 കണ്ടാൽ അറിയണം അതിൽ 38 സ്ക്വയർ ആണെന്ന്. അത്രയെങ്കിലും നിങ്ങളൊന്ന് എന്താ പറയാ ഈ ക്വസ്റ്റിനായിട്ടൊക്കെ ഒന്ന് പരിചയപ്പെട്ട് വെച്ചേക്കാം. അന്നേരം നമുക്ക് ആ സമയം കൂടി ലാഭിക്കാം. അതിനുവേണ്ടിയാണ് ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റിനൊക്കെ നമ്മൾ അധികം ചെയ്ത് പഠിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ആൻസർ കിട്ടി. ഈ ഒരു സ്ക്വയർ റൂട്ടിന്റെ വാല്യൂ നമുക്ക് 38 എന്ന് കിട്ടി. പ്ലസ് 18.98 അതിന് നമുക്ക് എന്താക്കാം, ഒരു 19 ആക്കാം. പ്ലസ് 328.1 അതിന് 328 തന്നെ ആക്കിയത്. കാരണം 0.1 ഒക്കെ നമ്മൾ നെഗ്ലിജിബിൾ ഒഴിവാക്കി. കാരണം ഇവിടെ ഒരു 0.98 ഒരു 0.02 നമ്മൾ അവിടെ കുറച്ചായിരുന്നു. ഇസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക് ഇൻറ്റു 22 എന്ന് കിട്ടും. ഇനി സോൾവ് ചെയ്താൽ മതി ആൻസർ കിട്ടും. ആൻസർ എത്ര കിട്ടും നോക്കാം. 38 പ്ലസ് 328 നമുക്ക് ന്യൂമറേറ്റർ വെച്ച് എങ്ങനെ ആയാലും നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്തെടുത്താൽ മതി. എത്ര കിട്ടും? 8 പ്ലസ് 8 16 പ്ലസ് 10 26 ഒന്ന് കുറച്ചാൽ 25 കിട്ടും. അങ്ങനെ ഒരു 10 കൂട്ടിയിട്ട് ഒരു 1 കുറച്ചാൽ മതി, 25 കിട്ടും. റിമൈൻഡർ 2 കൂടെ കൂട്ടുന്നു 4 പ്ലസ് 1 5 5 പ്ലസ് 3 8 85 എന്ന് കിട്ടും. പിന്നെ ഒരു 3 കൂടി ഉണ്ട്, 385 എന്ന് കിട്ടും. ഇനി ഈ 385/22 ഇവിടെ 22 അല്ലേ, ഡിവൈഡ് ബൈ 22 ചെയ്യുന്നു. 385/22 നോക്കാം. ഇതൊരു 11ന്റെ മൾട്ടിപ്പിൾ, കാരണം ഇത് 11ന്റെ മൾട്ടിപ്പിൾ ആണ്, ഇത് ഒരു 11ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നോക്കാം. ഇത് 11 മൾട്ടിപ്പിൾ ആണെങ്കിൽ ഇത് ഇവിടെ എത്ര കിട്ടും? 2 times 11, ഇത് 3 times 33, ബാക്കി 5 കൊണ്ട് 5 times 55, 35/2 എന്ന് കിട്ടും. 35/2 എന്ന് വെച്ചാൽ എത്രയാ? 17.5 എന്ന് കിട്ടും. നമ്മുടെ ഓപ്ഷൻ ശരിയാണെങ്കിൽ നമുക്ക് ആൻസർ എത്ര കിട്ടണം? 17.5 കിട്ടണം. അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് 17.5. അപ്രോക്സിമേറ്റ് 17.5 അടുത്ത് വയ്ക്കുന്ന വാല്യൂ ആണ് 18 ഇവിടെ കിട്ടുന്നത്. 18 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ അല്ലേ? അപ്പം ഈ രീതിയിൽ ചെയ്താലും മതി, നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റും. നമ്മുടെ ആൻസർ എത്ര കിട്ടും? 18 എന്ന് പറഞ്ഞ ആൻസറിലേക്ക് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്താൽ, അപ്രോക്സിമേറ്റ് ക്വസ്റ്റ്യൻ അല്ലേ, നമുക്ക് 18 കിട്ടിയാലും മതി, നമുക്ക് അതിനകത്തേക്ക് എത്തിക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താണെന്ന് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. 29.98% of 880.001 is equal to question mark plus 110.09. 110.9 നമ്മൾ വേഗത്തിൽ അപ്രോക്സിമേറ്റ് ചെയ്യുന്നത്. നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? 29.98 നമ്മൾ ഉറപ്പായിട്ട് എത്ര എഴുതും? 30% of 880 is equal to question mark into 110.9. അത് നമുക്ക് 110 ആയിട്ടോ 111 ആയിട്ടോ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെങ്ങനെ ചെയ്യും? 30% of 880 നമുക്കറിയാം. ഒരു പെർസെൻറ്റേജ് വന്നാൽ ന്യൂമറേറ്ററിൽ 2 0 ഒഴിവാക്കാം. 88 into 3 എത്രയാ? 8 into 3 24 കിട്ടും. 8 into 3 24 കിട്ടും. ആൻസർ എത്ര കിട്ടും? 264 എന്ന് കിട്ടും. നമുക്ക് അങ്ങനെ ചെയ്താൽ എന്നുവെച്ചാൽ 88 into 3 അല്ലേ, അപ്പം 80 into 3 ചെയ്യാം, പ്ലസ് 8 into 3 ചെയ്യും. 80 into 3 ചെയ്താൽ എത്ര കിട്ടും? 240 കിട്ടും. പിന്നെ 8 into 3 എത്ര കിട്ടും? 24 കിട്ടും. 240 പ്ലസ് 24 264. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഞാൻ ഇങ്ങനെ ബോർഡിൽ എഴുതി കാണിച്ചത്. നമ്മൾ എക്സാം ചെയ്യുമ്പോൾ നമ്മൾ ഇതേ കണക്ക് സെയിം നമ്പറൊക്കെ എനിക്ക് ഒറ്റയടിക്ക് ചെയ്യാം. അതിന്റെ യൂണിറ്റ് പ്ലേസിൽ നിന്ന് അങ്ങോട്ടൊന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് സം ചെയ്താൽ മതി, വേഗത്തിൽ കിട്ടും. അപ്പോൾ എത്ര കിട്ടും? 264 is equal to x into 111. x into 111 അല്ലേ, ഡിവൈഡ് ബൈ 110 അല്ലെങ്കിൽ 111 ചെയ്യുന്നു. ഇത് സോൾവ് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും നോക്കാം. ഇവിടെ പ്ലസ് അല്ലേ, സോറി ഇവിടെ പ്ലസ് ആയിരുന്നു, പ്ലസ് 111 അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ സബ്ട്രാക്ട് ചെയ്താൽ മതിയല്ലോ. -111 സിക്കൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്താൽ എത്ര കിട്ടും? 153 എന്ന് കിട്ടും ആൻസർ. ജസ്റ്റ് നമുക്കൊന്ന് സബ്ട്രാക്ട് ചെയ്യുന്ന കാര്യമുള്ളൂ. നമുക്ക് ഓപ്ഷനിനകത്ത് എവിടെയും ഉണ്ടല്ലോ 153 ഓപ്ഷനില്ലേ, 153 152 ആ റേഞ്ചിൽ എന്ത് വന്നാലും നമുക്ക് ഇതിന്റെ ആൻസർ എത്രയായിരിക്കും? 153 ആയിരിക്കും. ഈ അപ്രോക്സിമേഷന് പ്രത്യേകിച്ച് അങ്ങനെ എളുപ്പവഴി പ്രത്യേകിച്ച് അധികമായിട്ടൊന്നുമില്ല. നമ്മൾ ആകെ ചെയ്യേണ്ടത് കാര്യമുള്ളൂ, ഇവിടെ എന്തെങ്കിലും ഒരു നമ്പർ തന്നാൽ അതിന് തൊട്ട് നിയർ നമ്പർ, അത് നമുക്ക് ചെയ്യാൻ എളുപ്പമുള്ള നമ്പർ എന്താണോ അതിലേക്ക് എന്ത് ചെയ്യുക? അപ്രോക്സിമേറ്റ് ചെയ്യുക. 29.98 ആണെങ്കിൽ എന്തായിട്ട് ഉറപ്പായിട്ട് എന്തായിട്ടാക്കുക? 30 ആക്കുക. 880.001 ഉറപ്പായിട്ട് 880 ആക്കുക. എന്നിട്ട് നമ്മൾ സാധാ സിംപ്ലിഫിക്കേഷൻ ചെയ്യുന്ന സ്റ്റെപ്പ് ചെയ്തേക്കുക. ഇവിടെയും 110.9 ഇവിടെ 0.90 ആണ് വന്നേക്കുന്നത്. അപ്രോക്സിമേറ്റ്ലി ഇത് എന്തായിട്ട് എടുക്കണം? 111 ആയിട്ട് എടുക്കണം. അതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. കാരണം എന്താ, ഇവിടെ 0.9 എക്സ്ട്രാ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? അപ്രോക്സിമേറ്റ് 111 ആയിട്ട് എടുത്താൽ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് ആൻസർ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്തത്? 111 സബ്ട്രാക്ട് ചെയ്തത്. അപ്പോൾ ആ രീതി ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കിട്ടും. നമുക്ക് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്രോക്സിമേഷൻ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക? ഇതിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുക, വേഗം ചെയ്യുക. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ക്വസ്റ്റ്യൻ മാർക്ക് സ്ക്വയർ പ്ലസ് 256 255.93 അതിന് നമുക്ക് എങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്യാം? 256 ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം. ഇസ് ഈക്വൽ ടു 49.932. 49.932 എന്ന് വെച്ചാൽ അതിന് നമുക്ക് ഉറപ്പായിട്ട് എന്താക്കാം? ഒരു 50% ഓഫ് 800. നമ്മൾ അതിനകത്തിന് 800.1 എന്നൊന്നും എഴുതാൻ നിൽക്കേണ്ട. അതിന് 800.9 വന്നാൽ പോലും നിങ്ങൾ 800 നമ്പർ ആയതുകൊണ്ട് അതിന് എന്താക്കിയാൽ മതി? 800 ആയിട്ട് തന്നെ വിചാരിച്ചാൽ മതി. അപ്പം കാരണം അത്രയും വലിയ നമ്പർ അല്ല, അതിനകത്ത് വലിയ എഫക്റ്റ് ഒന്നും ഇതിനകത്ത് വരത്തില്ല.
അപ്പോൾ 800% 50 ഉണ്ട്, പിന്നെ 256 ഉണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ചെയ്ത് നോക്കാം എത്ര കിട്ടും. 50% 800 വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. 800ന്റെ പകുതി എത്ര കിട്ടും, 400 എന്ന് കിട്ടും. 400 ഇവിടെ ഒരു +25 ആണ്, -256 ചെയ്യണം. 400 - 256 ഇതെങ്ങനെ വേഗത്തിൽ ചെയ്യും, ഞാൻ എഴുതിയൊന്നും ചെയ്യരുത്. ഒരു 250ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 400 കിട്ടും, ഒരു 150 കൂട്ടിയാൽ 400 കിട്ടും. അപ്പോൾ 150 കൂട്ടാനില്ല, ഒരു 6 അധികമുണ്ട്. എത്ര ആയിരിക്കും, 150യേക്കാൾ ഒരു 6 കുറവ്, 144 ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പം ക്വസ്റ്റ്യൻ മാർക്ക് സ്ക്വയർ ഇസിക്കൽ എന്ത് വരും, 140 വരും. ഉറപ്പായിട്ട് എക്സിന്റെ വലുതായിരിക്കും 12 ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താ ഞാൻ ചെയ്തത്, നമുക്കറിയാം കിട്ടിയ ആൻസർ 400 ആണെന്ന്. ഇവിടെ ഒരു 256 കുറയ്ക്കാനുണ്ട്. എങ്കിൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ 250ന്റെ കൂടെ ഒരു 50 കൂട്ടിയാൽ എത്ര കിട്ടും, 300 കിട്ടും. വീണ്ടും ഒരു 100 കൂട്ടിയാൽ 400 കിട്ടും. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം. അത് 250 + 150 ആണ് 400 എങ്കിൽ 256 + ഒരു 150 ഒരു 6 കുറയ്ക്കുക, 144 ആയിരിക്കും എന്ത്, 400. അപ്പൊ ആ രീതി ചെയ്താൽ മതി, വേഗത്തിൽ ആൻസർ കിട്ടും. നമുക്ക് ചെയ്യൊന്നും വേണ്ട. നമുക്ക് എക്സിന്റെ സ്ക്വയർ ഏതോ നമ്പറിന്റെ സ്ക്വയർ ആണ് 144. ഉറപ്പായിട്ട് നമുക്കറിയാം ആൻസർ എന്തായിരിക്കും, 12ന്റെ സ്ക്വയർ ആയിരിക്കും എന്ത്, 144. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് മെത്തേഡ് നമ്മൾ പേപ്പറും പേന ഉപയോഗിക്കാതെ വേഗത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ വെച്ച് വേണം ഏതൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ. അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻ ആയിട്ട് വീണ്ടും കാണാൻ. ശരിയെങ്കിൽ